കർത്താവിങ്കൽ നിന്നും നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന അത്യന്ത ശക്തി അത് മാനുഷിക ബുദ്ധിക്ക് അളക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. ബലഹീനതയിൽ താങ്ങുവാൻ, അശക്തിയിൽ ശക്തി പകരുവാൻ കർത്താവിൻ്റെ ശക്തിക്ക് കഴിയും. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അതെ, കർത്താവിൻ്റെ ശക്തി നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതെ, ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യവും ശക്തിയും ആയി മാറുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചേർന്ന് പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. തിരമാലകൾ പടകിനെ താറുമാറാക്കും വിധം വളരെ പ്രതിസന്ധിയിൽ അവർ അകപ്പെട്ടു. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അതെ, നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രകൃതിശക്തിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവശക്തി യേശുവിങ്കൽ നിന്ന് അന്ന് അവിടെ പ്രവർത്തിപ്പാനിടയായി തീർന്നു. അതെ, പലപ്പോഴും നിർണായകങ്ങളാകുന്ന ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പോലെ, ശക്തിയില്ലാത്തവരെ പോലെ, ബലം ക്ഷയിച്ചവരെ പോലെ ഒക്കെയും നാം തീരാറുണ്ട്. എങ്കിലും ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഭയപ്പെടുന്നില്ല. അതെ, ഈ അത്യന്ത ശക്തി ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 4:16 ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങൾ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അനുദിന യാത്രയിൽ നമ്മളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയാലും ക്രിസ്തുവിങ്കിൽ നിന്ന് ശക്തി പ്രാപിച്ച് ദൈവിക വിടുതൽ ഏറ്റെടുപ്പാൻ തക്കവണ്ണം നാം തയ്യാറാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അതെ, നമുക്ക് ശക്തി പകരുന്ന ഒരു ദൈവമുണ്ട്. വിടുതലും ചൈതന്യവും നൽകിത്തരുന്ന ഒരു ദൈവമുണ്ട്. നിർണായകമാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഏതധികാരത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവിക അധികാരവും ശക്തിയും നമ്മളുടെ മേലുണ്ട്. എന്നാൽ അനുദിന ജീവിതയാത്രയിൽ അത് നാം പ്രാവർത്തികമാക്കി അതനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ഒരിടത്തും തോറ്റുപോകാതെ, ക്ഷീണിച്ചു പോകാതെ, പരാജയപ്പെട്ടു പോകാതെ നമ്മെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കാം. അതെ, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞ് വരുന്നു.